ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. അധികാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് താഴെ നിൽക്കുന്നവനെ പുച്ഛിക്കുന്നവർക്കറിയില്ല ഒരു ചെറിയ പാറ്റാ ചിറകടിക്ക് പോലും എല്ലാം തകർത്തെറിയുന്ന ഒരു മഹാ കൊടുങ്കാറ്റിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. അതെ, ആ കൊടുങ്കാറ്റ് ഇപ്പോൾ ഈ മണ്ണിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. 23 വിദ്യാർത്ഥികളുടെ ജീവന് വില കൊടുക്കാതെ ഭരണഘടുകാര്യസ്ഥത തുടർന്നിരുന്ന വിദ്യാഭ്യാസ മന്ത്രാലയം ഭരിച്ച മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് പ്രതിഷേധ തിരയിൽ പിടിച്ചു നിൽക്കാനാകാതെ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. പ്രക്ഷോഭം നയിച്ചിരുന്ന സാമൂഹിക മാധ്യമ കൂട്ടായ്മയിൽ രൂപമെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി എന്ന CJPയുടെ വിജയം ചരിത്രപരമാണ് എന്ന് പറയാതെ വയ്യ. ഭരണഘടുകാര്യസ്ഥതയ്ക്ക് മുൻപിൽ നിഷ്ക്രിയമായി നിന്ന പ്രതിപക്ഷം ഉൾപ്പെടെ ജനസമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചരിത്ര പാഠം കൂടിയാണ് ഈ വിജയം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റും പറയുന്നു, പാറ്റാ ചിറകടിയുടെ വിജയാരവം കേട്ടേ തീരൂ. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, CBSE പരീക്ഷാ ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ പരിസരം ഉരുത്തിരിഞ്ഞിട്ടും നിഷ്ക്രിയമായി പോയ രാഷ്ട്രീയ പരിസരത്താണ് CJPയുടെ ഉദയം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ച് എന്ന് വിശേഷിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശങ്ങൾ CJP രൂപീകരണത്തിന് വഴിമരുന്നിട്ടു. അമേരിക്കയിൽ ഇരുന്ന് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ട് തങ്ങളെല്ലാവരും പാറ്റകളാണെന്ന് അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചു. വളരെ വേഗം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ സറ്റയർ രാഷ്ട്രീയ കൂട്ടായ്മ രാഷ്ട്രീയ രംഗം പിടിച്ചടക്കി. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിലും ചെറുപ്പക്കാർക്കിടയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവണതയായി മാറി. നീറ്റ് പരീക്ഷാ ചോർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്തിറങ്ങിയ CJPയുടെ ആദ്യ ഇടപെടലിലെ വിജയം കൂടിയാണ് മന്ത്രിയുടെ രാജി. ലക്ഷക്കണക്കിന് യുവാക്കൾ സ്വയം കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ച് അണിനിരന്നപ്പോൾ അവിടെ വെളിപ്പെട്ടത് ഒരു തലമുറയുടെ ആഴത്തിലുള്ള നിരാശയും വ്യവസ്ഥിതിയോടുള്ള അമർഷവുമാണ്. ഇത് ഇന്ത്യൻ യുവത്വത്തിന്റെ വിഹ്വലമായ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം, വിലക്കയറ്റത്തിൽ ഉലയുന്ന കുടുംബങ്ങൾ, രൂക്ഷമായ തൊഴിലില്ലായ്മ, അസ്ഥിരമായ തൊഴിൽ സാഹചര്യങ്ങൾ, തുടർച്ചയാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ, തകർന്നടിയുന്ന പൊതു സംവിധാനങ്ങൾ, എവിടെയും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പരാജയം പ്രകടമായപ്പോൾ യുവാക്കളുടെ ആത്മരോഷത്തെ വ്യവസ്ഥാപിതമായ ജനകീയ പ്രക്ഷോഭങ്ങളാക്കി മാറ്റുന്നതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പാടെ പരാജയപ്പെട്ടതിന്റെ പരിണതിയാണ് ഇപ്പോൾ വിജയം കണ്ട ജെൻസി പ്രതിഷേധം. ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ സംഘടന കടന്നുപോയത്. പ്രബലരായ രാഷ്ട്രീയ വൻമരങ്ങൾക്കിടയിൽ CJPയുടെ ശബ്ദം പലപ്പോഴും മുങ്ങിപ്പോയി. അവർ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ വിഷയങ്ങളെ ഭരണകൂടം തികഞ്ഞ പുച്ഛത്തോടെയാണ് നേരിട്ടത്. സംശയദൃഷ്ടിയോടെ പ്രതിപക്ഷവും കയ്യകലം പാലിച്ചു. എതിർപ്പുകളെയും അവഗണനകളെയും തങ്ങളുടെ പോരാട്ടവീര്യം കൂട്ടാനുള്ള ഇന്ധനമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് CJPയെ വ്യത്യസ്തമാക്കിയത്. അഭിജിത് ദീപ്കെ ഇന്ത്യയിലെത്തി പ്രതിഷേധങ്ങൾ നയിച്ചു. മാസങ്ങൾ മാത്രം പ്രായമുള്ള പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടായിരുന്നു ഡൽഹിയിൽ നടന്ന ഐതിഹാസിക സമരം. ജൂൺ 28-ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കും വിവിധ വിദ്യാർത്ഥി സംഘടനകളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതോടെ പ്രക്ഷോഭത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ജൂലൈ 20-ന് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് ചലോ സൻസദ് മാർച്ച് നടത്തി. ഈ മാർച്ചിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കണ്ണീർ വാതകവും ലാത്തിയും പെല്ലറ്റുകളും പ്രയോഗിച്ച് വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമർദ്ദനത്തിനിരയാക്കി. സമരപന്തൽ തകർത്തു. എന്നാൽ ജൂലൈ 21, 22 തീയതികളിൽ വിദ്യാർത്ഥികൾ വീണ്ടും ജന്തർ മന്ദർ പിടിച്ചടക്കുകയും സമരം തുടരുകയും ചെയ്തു. 26 ദിവസം നീണ്ട ഉപവാസത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ സോനം വാങ്ചുക് കഴിഞ്ഞ ദിവസമാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. എങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ CJP ഉറച്ചു നിന്നതോടെ യുവജന രോഷത്തെ പ്രതിരോധിക്കാനാകാതെ മോദി സർക്കാർ പാടുപെട്ടു. ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്കായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം മുതൽ സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്തുന്നതുവരെയുള്ള തന്ത്രങ്ങളിലൂടെ കേന്ദ്രം ഒത്തുതീർപ്പിന്റെ പാതയിലേക്ക് മാറി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജിയല്ലാതെ മറ്റ് ധാരണകൾക്കില്ലെന്ന് CJP വ്യക്തമാക്കിയതോടെ ഒടുവിൽ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ യുവതലമുറയുടെ പ്രതിഷേധം വിജയം കാണുമ്പോൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അഴിമതിയും ചൂണ്ടിക്കാട്ടി മറ്റ് രാജ്യങ്ങളിൽ ഉയർന്നു വന്ന ജെൻസി മുന്നേറ്റങ്ങൾ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് നൽകുന്നത്. ശ്രീലങ്കയിലെ സാമ്പത്തിക തകർച്ചയ്ക്കെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളുടെ അരകലയാ പ്രസ്ഥാനവും
വർഷങ്ങളായുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിനും വിവാദ സംവരണ നയങ്ങൾക്കുമെതിരെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ നടത്തിയ വിപ്ലവകരമായ പ്രക്ഷോഭവും ഭരണകൂടങ്ങളെ പോലും അട്ടിമറിക്കാൻ ജെൻസി കാലത്തെ യുവശക്തിക്ക് കഴിയുമെന്ന് തെളിയിച്ച ചരിത്രങ്ങളാണ്. അതുപോലെ തന്നെ കെനിയയിൽ നികുതി വർധനവിനെതിരെയും നേപ്പാളിൽ അഴിമതിക്കും സോഷ്യൽ മീഡിയ നിരോധനത്തിനും എതിരെ ജെൻസി യുവാക്കൾ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പുകളും ഭരണാധികാരികളെ നയങ്ങൾ തിരുത്താൻ നിർബന്ധിതരാക്കിയിരുന്നു. തൊഴിലില്ലായ്മയും അവകാശ നിഷേധങ്ങളും ഇന്ത്യയിലും ചർച്ചയാകുമ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അടിച്ചമർത്തലുകളെ അതിജീവിച്ച് യുവാക്കൾ ഉയർത്തിയ ഇത്തരം ശബ്ദങ്ങൾ ജനാധിപത്യപരമായ മാറ്റങ്ങൾക്കായുള്ള വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന നിലയ്ക്ക് മാത്രമല്ല ഈ വിജയം വിലയിരുത്തേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയെ ഇത്രയും കാലം സംരക്ഷിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കേറ്റ കനത്ത ആഘാതം കൂടിയാണിത്. ധർമ്മേന്ദ്ര പ്രധാൻ BJPയിലെ പ്രബലനായ ഒരു നേതാവാണ്. മാത്രമല്ല RSSന്റെ മന്ത്രിസഭയിലെ പ്രധാന മുഖം കൂടിയാണ്. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ സംരക്ഷിക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു എന്നത് BJPക്കുള്ളിലും ചർച്ചകൾക്ക് വഴിതെളിക്കും. നരേന്ദ്രമോദി, അമിത്ഷാ നേതൃത്വത്തിന് തങ്ങളുടെ ഒരു പ്രധാന RSS നോമിനിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് സംഘപരിവാറിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. മുട്ടുമടക്കിയ കർഷക സമരത്തേക്കാൾ ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ച പ്രതിഷേധമാണ് CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങൾക്കെതിരെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹി അതിർത്തികളിൽ ഒരു വർഷത്തിലേറെയായി രാപ്പകൽ ഭേദമില്ലാതെ 2020 നടത്തിയ സമരമായിരുന്നു അത്. ഒടുവിൽ കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വഴങ്ങി സർക്കാരിന് ആ വിവാദ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഉയർന്ന ഏറ്റവും ശക്തമായ മറ്റ് ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഉയർന്ന സമരം. ഡൽഹിയിലെ ഷഹീൻ ബാഗ് പോലുള്ള സമരവേദികൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. 12 വർഷം നീണ്ട NDA ഭരണത്തിലെ ഈ സമര ചരിത്രത്തിനുള്ള തുടർച്ചയാണ് CJPയുടെ വിദ്യാർത്ഥി പ്രക്ഷോഭ വിജയം. ജനകീയ പ്രതിഷേധത്തിന്റെ തീജ്വാലയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത് CJPയുടെ നാൾ വഴികളിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായിരിക്കും. ജനാധിപത്യത്തിൽ അന്തിമമായി ജനങ്ങൾക്കാണ് യഥാർത്ഥ അധികാരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിജയം. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.